പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ആദ്യ വെള്ളിയാഴ്ച ദിനത്തിൽ നന്നായി കുമ്പസാരിച്ചൊരുങ്ങി ഈ ഒരു ഓഗസ്റ്റ് മാസത്തെ അല്ലേ നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നോമ്പിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 1:21. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മൾ ശരിക്കും നല്ലൊരു കൺഫെഷൻ നടത്താൻ പരിശീലിപ്പിക്കപ്പെട്ടവരാണ് എങ്കിൽ ശരിക്കും ദൈവം സ്വർഗം എല്ലാവരും നല്ലൊരു കുമ്പസാരം നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് പലർക്കും വലിയൊരു മെജോറിറ്റി എനിക്ക് തോന്നുന്നത് നേരെ ചൊവ്വനെ കുമ്പസാരിക്കേണ്ടത് ശരിക്കും അറിയില്ല എന്നുള്ളൊരു. ശരിക്കും നേരെ ചൊവ്വനെ കുമ്പസാരിച്ചാലേ നമ്മുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ഭാരം ശരിക്കും എടുത്ത് മാറ്റപ്പെടുന്ന അവസ്ഥയാണ്. കാരണം എന്തെന്നാൽ യേശു കുരിശിൽ മരിച്ചത് പ്രിയ സഹോദരങ്ങളെ നമ്മൾക്ക് പാപത്തിന് പരിഹാരമായിട്ടാണ്. ഒരു വ്യക്തി പാപത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ അടിമത്തത്തിലായിരിക്കുക എന്നുള്ളതാണ്. പിശാചിൻ്റെ അടിമത്തത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് എതിരാണ്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത. നേരെ ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള ശരിക്ക് ദൂഷ്യ, അതായത് തെറ്റായ പ്രവണതകളായിരിക്കും ഒരു വ്യക്തി ശരിക്കും പിശാചിൻ്റെ അടിമത്തത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഫലങ്ങളാണ് ഒരു വ്യക്തി പുറപ്പെടുവിക്കുക. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ശരിക്കും നമുക്ക് നല്ലൊരു ഈ ഒരു ആശീർവാദം നൽകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവമേ ഈ വീഡിയോ കാണുന്ന മക്കളിൽ ശരിക്കും നന്നായിട്ട് കുമ്പസാരിക്കാനായിട്ടുള്ളൊരു ദൈവകൃപ നൽകണമേ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സമ്പൂർണ്ണ ജപമാലയൊക്കെ ചൊല്ലി ദിനങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നോമ്പിനായിട്ടൊക്കെ നമുക്ക് ഒരുങ്ങാനായിട്ട് പരിശ്രമിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.